شنبه لمریا بکود شه شب ہوئی برکیادوشنے شب ہوئی بہل سانو سے شب ہوئی بسوگاد رمبو سے شب ہوئی بکالا دکارنا شب ہوئی بکی سارے ووکنارے شب ہوئی بپلنگے وروی شب ہوئی بمنے حلیاسا شب ہوئی بسسلے شیما شب ہوئی بکالا وکاسا بکول نیشما لشنبه لماریا شنبه لمریا کلهون آمین شب هایی کلهین یمواسا نتول دیش نسلین طیبوسه شاری رئیس مریا العالم شوهالا واولورا ولروها دكودشا نعلم وادم العالم آمين وآمين شنبه لمريا بكودشي شب ہوئی برکیاد روشنے پگدان کو Dani da Mashiach Teshbata la laha bamrame Amen Teshbata la laha bamrame Slama saurad hava launina shabakolan dalal minamin avund wasmaya Neskandashmat tese malkusat kandish kandish kandishat avund wasmaya damalen shmaya vararambu shuhat irevna shakhayelag kandish kandish kandishat Avund Vesmaya Neskandashmat Tese Malkusat Nahve Sevyanak Aikanad Vesmaya Baram Hawla Lahma Visulkan Yawmana Vashwoklan Hawbain Vahtahain Aikanad Abhanan Shwakan Lahayavain Ulatala Lanasyona Tala Pasan Min Bisha Natol Dilagi Malkusa Hela Sasbata la العالمين آمين شوهالا واولورا والروح القدس نعلم بعد ما لا آمين
Vesmaya Nashkandeshmak Tese Malkusat Kandish Kandish Kandishat Avundu Vesmaya Damalenshmaya Vararambu Shuhak Ireuna Shak Hayenlak Kandish Kandish Kandishat Nasale Shlama മാറന്മാരാഹൻ വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തെ ജീവിക്കുവാൻ ഈ ദാസരെ നീ വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്മതരാക്കുകയും നിന്റെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബബന്ധത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. നിന്റെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശി യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ബാവായും പുത്രനും റുഹായുമായ സർവേശ്വര എന്നേക്കും. മകളെ കേൾക്കൂ, ശ്രദ്ധിക്കൂ, സാഗൂതം നീ ചെവിയോർക്കൂ. സ്വന്ത ജനത്തെ മറന്നീടൂ, പിതൃഭവനത്തെ വെടിഞ്ഞിടൂ. മകളെ കേൾക്കൂ, ശ്രദ്ധിക്കൂ, സാഗൂതം നീ ചെവിയോർക്കൂ. സ്വന്ത ജനത്തെ മറന്നീടൂ, പിതൃഭവനത്തെ വെടിഞ്ഞിടൂ. സഭയെ രക്ഷകമണവാട്ടി, സന്തോഷത്താൽ നിറയൂ നീ. ദൈവം തന്നുടെ സ്നേഹത്താൽ നിന്നെ തൻ പ്രിയ വധുവാക്കി. പ്രേമാർദ്രതയാർ നരജന്നിൻ ലാവണ്യത്തിൽ മയങ്ങിയിടും. അവനല്ലോ നിൻ ഹൃദയേശൻ, അവനെ വണങ്ങുക ചിതമല്ലോ. സ്വർണ്ണക്കസവുടയാടയുമായി അന്തഃപുരമതിൽ വാഴുമ്പോൾ, വർണ്ണോജല നീല അങ്കിയുടൻ സഖിമാർ നിന്നെ അണിയിക്കും. തിരുമുൽക്കാഴ്ചകളേന്തി മുതാ ഹരജന്നരികിൽ ചെന്നെത്താൻ. തോഴികളാകും കന്യകമാർ അവളെ അകമ്പടി സേവിക്കും. ആഹ്ലാദാന്വിതമാനസരായി നിരചേർന്ന നിശമവർ നീങ്ങും. നൃപഭാസന്നിധിയിൽ അണഞ്ഞുടനെ തിരുമുൻപിൽ പോയി പ്രണമിക്കും. നല്ല കുടുംബിണിയായ വധു മുന്തിരി വല്ലി സമം സതതം. വളരും കനിയും ചൂടിമുതാ ഭവനതലത്തിൽ ശോഭിക്കും. കരോലിവിൻ തൈകൾ പോൽ മേശയ്ക്കരികിലിരുന്നീടും. കർത്താവിൻ പ്രിയ ഭക്തി ദിനം, ദൈവാനുഗ്രഹ സമ്പന്നൻ. സിയോനിൽ നിന്നഖിലേശൻ തൂകട്ടെ വരമാരി സദാ. ആശയും അഭയവും എന്നെന്നും നാഥൻ നിന്നിൽ ചൊരിയട്ടെ. നിത്യപിതാവിനും അതുപോലെ പുത്രൻ മിശിഹാനാഥനും, പാവനനാകും റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും എന്നേക്കും. മഹോന്നതനായ കർത്താവേ, നിന്റെ ഭയഭക്തിജനകമായ പീഠത്തിൻ്റെയും ഉന്നതമായ ദ്രോണോസിൻ്റെയും അലങ്കൃതവും സുത്യർഹവുമായ സിംഹാസനത്തിൻ്റെയും മുമ്പാകെ നിന്റെ ശിഷ്യരായ കൗരവന്മാർ ഇവിടെ സ്തുതിക്കുകയും സാപ്പന്മാർ പരിശുദ്ധൻ 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 എന്ന് നിരന്തരം ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അവരോട് ഞങ്ങളും നിനക്ക് ഭയഭക്തികളോടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞയും ആരാധനയും സമർപ്പിക്കുന്നു. ബാവായും പുത്രനും മായ സർവേശ്വര എന്നേക്കും. ആമേൻ.
ശക്തനായ കർത്താവേ, നിന്റെ കൂടാരം എത്ര മനോഹരമാകുന്നു. മിശിഹാ കർത്താവേ, നരകുലരക്ഷകനേ, ഞങ്ങളണച്ചിടുമീ പ്രാർത്ഥന തിരുമുൻപിൽ. പരിമളമിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. കർത്താവിൻ്റെ അങ്കണം എൻ്റെ ആത്മാവ് ആശിച്ചു കാത്തിരിക്കുന്നു. മിശിഹാ കർത്താവേ, നരകുലരക്ഷകനേ, ഞങ്ങളണച്ചിടുമീ പ്രാർത്ഥന തിരുമുൻപിൽ. പരിമളമിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. ബാവായിക്കും പുത്രനും റുഹായ്ക്കും സ്തുതി. മിശിഹാ കർത്താവേ, നരകുലരക്ഷകനേ, ഞങ്ങളണച്ചിടുമീ പ്രാർത്ഥന തിരുമുൻപിൽ. പരിമളമിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. മാറൻ വാലാഹൻ, നിന്റെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും നിന്റെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിയൂടി നിൽക്കുന്ന സഭയിൽ നിന്നെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്നുകൊണ്ടെന്നാൽ നീ എല്ലാത്തിൻ്റെയും സൃഷ്ടാവാകുന്നു, സ്ഥലത്തിൻ്റെയും നാഥ എന്നേക്കും. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാവുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കില്ല എന്നുള്ള ചിതമിശിയ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ.
ലാകുമാറാ കൊല്ലാ മൗദേനം താനുലാദ് ഈശോ മിശിഹാ ശബഹീനം ആദത്തു നഹ്മാനാദ് പകരം വത്തു പാറോക്കത്താവാദ് നവശാസൻ അശിങ്കേസ് ദാഗിയായി സെയ്தை വെസ്കർ കേസല്ല മാതുബാഗ് മാറിയാലാകുമാറാ കൊല്ലാ മൗദേനം ആരുലാദീശോ മിശിഹാ ശബഹീനം ആദത്തു നഹ്മാനാദ് പകരം വത്തു പാറോക്കത്താവാദ് നവശാസൻ ഷുഹാലാവാ ഉലവറാവല് റുഹാദ് ഖുദ്ശാമിൻ ആലം വാദം മാല ആലം ആമേൻ വാമേൻ ലാകുമാറാ കൊല്ലാ മൗദേനം ആരുലാദീശോ മിശിഹാ ശബഹീനം ആദത്തു നഹ്മാനാദ് പകരം വത്തു പാറോക്കത്താവാദ് നവശാസൻ നസലേ ശ്ലമാ ആമൻ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാവുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സ്ഥലത്തിൻ്റെ നാഥ എന്നേക്കും. ആരീം കാലുകോൻ ഉസംബഹ് കോലേ അമ്മ ലാലഹ ആയാ കന്ദിശാലഹ കന്ദിശാ ഹൈൽസാന കന്ദിശാലമായോസ യസ്രാഹം ആലൈ ഷുഹാലാവാ ഉലൗറാ വൽറുഹാദ ഖുദ്ശാ കന്ദിശാ ആലഹ കന്ദിശാ ഹൈൽസാന കന്ദിശാലമായോസ യസ്രാഹം ആലൈ ആലം വാദം മാല ആലം ആമേൻ വാമേൻ കന്ദിശാലഹ കന്ദിശാ ഹൈൽസാന കന്ദിശാലമായോസ യസ്രാഹം ആലൈ നസലേ ശ്ലമാ ഇത്രേ സമ്പന്നനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർവനും ബലവാനും അമത്യനുമായ കർത്താവേ, നിന്റെ സഭാതിനകത്ത് എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പുത്രനും കുശായമായ സർവീസ എന്നേക്കും. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. സൃഷ്ടിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന.
കർത്താവെ ആശീർവദിക്കണമേ. തൻ്റെ പ്രബോധനത്താൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ആലാഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അനന്തരം ദൈവമായ കർത്താവ് അരുളി ചെയ്തു, ആദം ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലെ ഒരു തുണയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും. അങ്ങനെ ദൈവമായ കർത്താവ് ഭൂമിയിലെല്ലാ ജീവികളെയും ആകാശത്തിലെ എല്ലാ പക്ഷികളെയും സൃഷ്ടിച്ചു. ആദം അവയെ എന്ത് പേര് വിളിക്കും എന്ന് കാണുന്നതിന് അയാളുടെ അടുക്കൽ അവയെ കൊണ്ടുവന്നു. ആദം ഓരോ ജീവിയെയും വിളിച്ചത് അതതിൻ്റെ പേരായി. എല്ലാ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പക്ഷികൾക്കും ഭൂമിയിലെ എല്ലാ ജന്തുക്കൾക്കും ആദം പേരിട്ടു. എന്നാൽ തന്നെ പോലുള്ള ഒരു തുണയെ ആദം കണ്ടെത്തിയില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് ആദത്തെ ഗാഢനിദ്രയിലാഴ്ത്തി അയാൾ ഉറങ്ങി. അപ്പോൾ അയാളുടെ ഒരു വാരിയെല്ലെടുത്ത് ആ വിടവ് മാംസം കൊണ്ട് അടച്ചു. ദൈവമായ കർത്താവ് ആദത്തിൽ നിന്നെടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ ആദത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ ആദം പറഞ്ഞു, ഈ പ്രാവശ്യം എൻ്റെ അസ്ഥികളിൽ നിന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും നരിൽ നിന്ന് എടുക്കപ്പെട്ടവളാകിയാൽ ഇവൾ നാരി എന്ന് വിളിക്കപ്പെടും. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ ഇരുവരും ഒരു ശരീരമായി തീരും. തൻ്റെ പ്രബോധനത്താൽ സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ. തൻ്റെ പ്രബോധനത്താൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ അലാഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവൻ്റെ കൃപ നിന്നിൽ നിന്നെ കേൾക്കുന്നവരെ നിന്ന് വർഷിക്കപ്പെടട്ടെ. ഉത്തമ ഭാര്യയുള്ള ഭർത്താവ് ഭാഗ്യവാൻ, അയാളുടെ ആയുസ് ഇരുട്ടിക്കും. കർത്താവിനെ ഭയപ്പെടുന്ന മനുഷ്യന് അയാളുടെ സൽപ്രവൃത്തികൾക്ക് പ്രതിഫലമായി ഉത്തമ ഭാര്യ നൽകപ്പെടും. സുശക്തിയായ ഭാര്യ ഭർത്താവിന് ആനന്ദം പ്രദാനം ചെയ്യും. അയാൾ ധനവാനാകട്ടെ ദരിദ്രനാകട്ടെ, അയാളുടെ ആയുസ്സിൻ്റെ വത്സരങ്ങൾ അയാൾ ആനന്ദപൂർവ്വം പൂർത്തിയാക്കും. അയാളുടെ ഹൃദയം സന്തുഷ്ടമായിരിക്കും, മുഖം സദാ പ്രസന്നവും. അവൾക്ക് പിന്നാലെ നിന്റെ കണ്ണുകൾ പായിക്കണം. അവൾ നിന്നോട് വ്യാജമായി പെരുമാറും. നല്ല ഭാര്യ കർത്താവിൻ്റെ ദാനമാണ്, അവളുടെ പക്വത അമൂല്യമാണ്. വിനീതിയായ ഭാര്യ അനുഗ്രഹത്തിനുമേൽ അനുഗ്രഹമാണ്. അവളുടെ വാക്കിൻ്റെ തൂക്കം താഴ്ത്തിക്കുറിക്കുവാൻ തുലാസിന് സാധ്യമല്ല. ആകാശമണ്ഡലത്തിൽ സൂര്യോദയം പോലെയാണ് കുടുംബത്തിലിരിക്കുന്ന ഉത്തമയായ സ്ത്രീയുടെ സൗന്ദര്യം. നിർമ്മലയായ വിളക്കുതണ്ടിൽ വിളങ്ങുന്ന വിളക്ക് പോലെയാണ് കുടുംബത്തിലിരിക്കുന്ന ഉത്തമ സ്ത്രീയുടെ സൗകുമാര്യം. ശൂറായ ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദനഹാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തൻകരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദനഹാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പകലുകളോ അവിരതമവിടുത്തെ പുകളുര ചെയ്യുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദനഹാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ
തിരുധനഹാരൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുധനഹാരൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ 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 നസല്ലേ ഇസ്ലാമാ അമൻ. മാരൻ വാലാഹൻ എൻ്റെ ജീവിതായകവും ദൈവികമായ കൽപ്പനയുടെ മതസ്ഥിരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഭരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ബലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നതിനും നിന്റെ കാരണത്താലും അനുഗ്രഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ. ബാവായി പുത്രൻ കുശായമായ സർവേശ്വര എന്നേക്കും. സകലേശ്വരനാം ദൈവം ഭൂവിനുടയോൻ രാജമഹേശൻ തന്റെ സ്നേഹവിരുന്നിൻ ക്ഷണമുള്ളോരേ വരുവിൻ നിങ്ങൾ. പരിശോധിപ്പിൻ വേഗം സുവിശേഷത്തിൻ ദിവ്യപ്രഭയിൽ നിങ്ങൾ ശുചിയാക്കീടിൻ ഭൗമിക ചിന്ത സരണികളെല്ലാം. നാഥൻ സദയം നൽകി സൗഭാഗ്യത്തിൻ നിക്ഷേപങ്ങൾ മണ്ണിൽ. പാപികൾ വരുവിൻ കടബാധ്യതകൾ നീക്കുക നിങ്ങൾ. ദൈവിക രാജ്യം നേടാൻ ഹൃദയതലങ്ങൾ ശുചിയാക്കിടുവിൻ ചേലിൽ. ശിശുവിനു തുല്യം നിർമ്മലരായി തീരുക വീണ്ടും. ദൈവാത്മാവിൻ ഗീതം ചൊരിയുകയല്ലോ ദൈവിക രാജ്യം കാതിൽ. ശാശ്വത ഭാഗ്യം നിറയും വഴികൾ വെളിവാക്കുന്നു. ഇടലാം നിയമം വിട്ടു നൂതന നിയമം പാലിച്ചവനാം പൗലോസ് ശ്രീഹാതന്നുടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടിടുവിൻ. ഇസ്രായേലിൻ തീഷ്ണൻ ശാവോലിനെയാ നാഥൻ പരിചിൽ നേടി. തിരുസഭ തന്നിൽ തീക്ഷ്ണതയേറും മാതൃക നൽകാം. ശവോലന്നാൾ യൂതൻ നിയമം ചാർത്തും തിരശീലകളാൽ അന്ധൻ. മിശിഹായവനിൽ തന്നിയമത്താൽ കാഴ്ച പകർന്നു. അപ്പേസ്യർക്കായി പൗലോസ് എഴുതിയ കത്താൽ നമ്മയുമിപ്പോൾ മോദാം ദൈവിക ദൗത്യം അറിയ
സഹോദരരെ, പൗലോസ്ലീഹ അപ്പേസൂസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. കർത്താവെ ആശീർവദിക്കണമേ. മീശാന്റെ വിശുദ്ധമായ പ്രബോധനത്താൽ നിന്നെ ജ്ഞാനിയാക്കട്ടെ. നിന്റെ അതിരുകളിൽ നിന്ന് ഉൾപ്പെടുന്ന പ്രബോധക വചനം ശ്രമിക്കുന്ന ഏവർക്കും അവൻ തൻ്റെ കൃപാതിരഹത്താൽ നിന്നെ നിർമ്മലതർപ്പണമാക്കുകയും ചെയ്യട്ടെ. മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ അന്യോന്യം വിധേയരായിരിക്കുക. ഭാര്യമാരെ കർത്താവിന് എന്നതുപോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹ തന്നെയും സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷകനുമായിരിക്കുന്നത് പോലെ തന്നെ ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. ആ സ്ഥിതിക്ക് സഭ മിശിഹായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹ തന്നെയും തൻ്റെ സഭയെ സ്നേഹിക്കുകയും ജലത്താലും മാമോദിസ കൊണ്ടും വചനം കൊണ്ടും അവളെ ശുദ്ധീകരിക്കുവാനും വെടിപ്പാക്കുവാനും അവളിൽ കറയോ മുഖച്ചുളിവോ ഇവയ്ക്ക് തുല്യമായ എന്തെങ്കിലുമോ ഇല്ലാതെ എന്നല്ല, മലിനതയില്ലാത്ത പരിശുദ്ധിയായിരിക്കേണ്ടതിന് തനിക്കായിട്ട് തന്നെ മഹത്വമുള്ളവളായി നിർത്തുവാനും വേണ്ടി അവളെ പ്രതി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. ഭർത്താക്കന്മാർ തങ്ങളുടെ ശരീരങ്ങളെപ്പോലെ തന്നെ ഭാര്യയെയും സ്നേഹിക്കേണ്ടതാകുന്നു. തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ, മറിച്ച് മിശിഹ സഭയെ എന്നതുപോലെ അയാൾ അതിനെ പോഷിപ്പിക്കുകയും അതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയുമാണ് ചെയ്യുന്നത്. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്, അവൻ്റെ മാംസത്തിൽ നിന്നും അസ്ഥികളിൽ നിന്നും ഉള്ളവരുമാകുന്നു. ഇതിനാൽ പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും, അവരിരുവരും ഒരു ജഡമായി തീരുകയും ചെയ്യും. ഈ രഹസ്യം വലുതാണ്. ഞാൻ മിശിഹായെക്കുറിച്ചും അവൻ്റെ സഭയെക്കുറിച്ചുമാണ് പറയുന്നത്. അതിനാൽ നിങ്ങളിൽ ഓരോരുത്തരും തന്നെപ്പോലെ തന്നെ തൻ്റെ ഭാര്യയെയും സ്നേഹിക്കണം. ഭാര്യ തൻ്റെ ഭർത്താവിനെ ഭയപ്പെടണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. Daurek sivalai, daurek sivalai, savarambadaswar se malka mishiha parokan arba saprek sadmurta hel ruha kwa saprehon mattailam hai medvehu marcos launon daurome luka laune aduvaitos Yohanan lepessayer asha barba peniasa saprehon hamis hangin skadumashkin shuha lehiya ramba maria വിശ്വാസികളെ കേൾപ്പിൻ സൗഖ്യവുമുയിരും പകരും മൊഴികൾ മോദാ ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി ഈ മൊഴി നിങ്ങൾ കേകി ഭാഗ്യം നിറയും വലിയൊരു നിധി ഭൂവിൽ. ഈ സദ്ഗ്രന്ഥം ജീവൻ നൽകും ഔഷധമല്ലോ. ജീവൻ നൽകാൻ പോരും ജീവൽ വചനം കേൾക്കിലൊളിക്കും സാത്താൻ ബാധകളേതും ഭീതിയോടുടനെ ഒഴിവായിടും. പ്രഭവിതറിയിടും ദീപം ജീവൻ തന്നെ ഈ സദ്വചനം പാരിൽ. വിധിയാളനെ വചനം സുതരാം വെളിവാക്കുന്നു. ജനതതിയെല്ലാം ചേലിൽ രക്ഷിതരായി നാഥൻ വഴിയായി ഭൂവിൽ പാപം നിയതം മോചിപ്പവർ
വിതയ്ക്കാൻ വന്നു. വയലിനു പകരം ഹൃദയനീലങ്ങൾ നൽകുക നിങ്ങൾ. നാഥൻ മൊഴിയും നാദം ഭാഗ്യവുമുയരും കരുണയുമുലകിൽ തൂകും. ശരണവുമനീശം കൃപയുമിതേകും മനുജനുമോദാ. ആശ്രയമവനിൽ ചേർക്കും വിശ്വാസികളോ ഭാഗ്യം നിയതം ചൂടും. അവനൊരു നാളിൽ മൃതനായാലും ജീവൻ നേടും. ആശ്രിതരേ നാഥൻ കൈവെടിയില്ല, കാത്തരുളിടും നിത്യം. പാപാങ്കിതരായി അവരിലൊരാളും മൃതിയടയില്ല. സ്വർഗം പൂകാൻ പോരും വാതിലിതല്ലോ, വഴിയുമിതല്ലോ നിത്യം. ഈ വഴി പോയാൽ അപകടമന്യേ രാജ്യം നേടാം. മൃദരീ ശബ്ദം കേൾക്കിൽ ജീവൻ നേടും, സ്വർഗം പോകും ചേലിൽ. ഇതു നിരസിക്കിൽ ജീവിപ്പവരും മൃതരായിത്തീരും. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ ഏവങ്കോലിയാൻ ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. മാർക്കോസ് അറിയിച്ച ഈശോയുടെ പരിശുദ്ധ ഏവങ്കേലിയോൻ. പ്രീശർ വന്ന് ഈശോയെ പരീക്ഷിക്കുവാൻ വേണ്ടി ചോദിച്ചു, ഒരുവൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്ന നിയമാനുസൃതമാണോ? അവൻ അവരോട് ചോദിച്ചു, മൂശ നിങ്ങളോട് എന്താണ് കൽപ്പിച്ചിട്ടുള്ളത്? അവർ പറഞ്ഞു, വിവാഹമോചന പത്രം എഴുതി ഭാര്യയെ പിരിച്ചുവിടുവാൻ മൂശ ഞങ്ങളെ അനുവദിച്ചിട്ടുണ്ട്. ഈശോ ഉത്തരമായി പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് അയാൾ ഈ കൽപ്പന എഴുതിയത്. ആദിയിൽ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അതിനാൽ പുരുഷൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവർ ഇരുവരും ഒരു ശരീരമായിത്തീരും. അവർ ഒരു ശരീരമല്ലാതെ രണ്ടല്ല. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ ഏർപ്പെടുത്താതിരിക്കട്ടെ. ബഹുമാനപ്പെട്ട പിതാവെ, പ്രിയ അച്ഛന്മാരെ, പ്രിയ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട പിതാവിടെ ഉള്ളപ്പോൾ ഞാൻ ഒരു സുവിശേഷ പ്രഭാഷണം നടത്തുന്ന ഉചിതമല്ല എന്നിരിക്കലും രാഹുൽ എൻ്റെ ബന്ധുവും ഞാൻ ചെറുപ്പം മുതൽ അറിയുന്ന ഒരു പയ്യനും ആയിരിക്കുന്നതുകൊണ്ട് ഈ അവസരത്തിൽ രണ്ട് വാക്ക് പങ്കുവയ്ക്കുക ഉചിതമായിട്ട് എനിക്ക് തോന്നുന്നു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഈ മണവാളിനും മണവാട്ടിയും, മണവാളിനെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം, അയാളുടെ ചെറുപ്പം മുതൽ, എൻ്റെ ചെറുപ്പം മുതലല്ല. അപ്പോൾ അറിയാം എത്ര പെട്ടെന്ന് ഇങ്ങനെ വളർന്ന് വലുതായി മിടുക്കനായി ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ വലിയ സന്തോഷം തോന്നുന്നു. അത് പങ്കുവയ്ക്കുന്നു. ഈ ഒരു വലിയ ദൈവിക വിളി ശ്രവിക്കാൻ നിങ്ങൾക്കിടവന്നതിനും അത് നിങ്ങൾ സ്വീകരിച്ചതിനും ദൈവസന്നിധിയിൽ നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന പിതാവിൻ്റെയും മറ്റ് വൈദികരുടെയും, പ്രത്യേകിച്ച് പാലക്കാപ്പള്ളി കുടുംബാംഗങ്ങളുടെയും, ജേക്കബ് അച്ഛനും വന്നിട്ടുണ്ട് എറണാകുളത്ത് നിന്ന്, അദ്ദേഹം ഒരു പാലക്കാപ്പള്ളി തന്നെയാണ്. ഞങ്ങളുടെ ഇരുവരുടെയും മറ്റ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നിങ്ങളെ അനുമോദിക്കുന്നു. ദൈവസന്നിധിയിൽ നിങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു. രാഹുലിനെ എനിക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ താല്പര്യം കാണിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യങ്ങൾ, നമ്മുടെ ചരിത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിനും അത് സൂക്ഷിക്കുന്നതിനും. വാസ്തവമായി നമ്മളൊക്കെ എന്ത് തിരക്കിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വലിയ തിരക്കിലാണ്. എനിക്ക് പോകാനായിട്ട് ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കുകയാണ്.
അങ്ങനെയായിരിക്കും സാമാന്യം എല്ലാവരും. എല്ലാ കല്യാണത്തിനും വരുമ്പോഴും അങ്ങനെ തന്നെ ആളുകളൊക്കെ നിൽക്കുന്നത്. ഒരു കുർബാന തീർക്കാനായിട്ട് പോലും നമുക്ക് സാവകാശമില്ല. അങ്ങനെയുള്ളൊരു ദിവസം, അങ്ങനെയുള്ളൊരു ജീവിതശൈലി ഉള്ള കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു കർമ്മം തിരഞ്ഞെടുക്കാനായിട്ട് ഒരു ധൈര്യം കാണിച്ച്, അത് ബോധ്യങ്ങളുടെ ധൈര്യമാണ്, ഒരു ബോധ്യം കാണിച്ച രാഹുലിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അതിനോട് കൂട്ടിയിരുന്ന മണവാട്ടിയെയും അഭിനന്ദിക്കുന്നു. അപ്പോൾ അതിലെ കാര്യങ്ങൾ ഞാനീ പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം കണ്ടെത്തുന്ന ഒരു ചടങ്ങാണ്, ഒരു കൂദാശയുടെ കർമ്മമാണ്. ഈ കർമ്മത്തിന് വേണ്ടി ഈ കല്യാണത്തിൻ്റെ ദിവസം 1 മണിക്കൂർ മാറ്റി വയ്ക്കുന്നതിൽ അപാകതയില്ല എന്ന് കണ്ടെത്താൻ സാധിക്കുന്ന വലിയൊരു കാര്യമാണ്. നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും പരസ്പരവും ദൈവത്തിനും സമയം കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ സ്ഥിരമായിട്ട് പോകാത്തത്. ഇന്നത്തെ ദിവസം വാസ്തവം പറഞ്ഞാൽ വലിയൊരു ഈ സന്ദർഭവും ഈ ഇടവും ഈ ദിവസവും എന്തും കൊണ്ടും വളരെ മനോഹരമായ ദിവസമാണ്. ഇന്ന് നമ്മുടെ സഭയിൽ നമ്മൾ ദിനഹാ തിരുനാൾ ആഘോഷിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വെളിപ്പെടുത്തലിൻ്റെ തിരുനാളാണ്. കർത്താവ് ദൈവം തൻ്റെ നന്മയെ, കരുണയെ, കരുണ തന്നെ സ്വരൂപമായ ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തുന്നു. അത് ക്രിസ്തു ഇന്ന് യോർദാൻ നദിയിൽ മാമോദിസ സ്വീകരിക്കവേ ക്രിസ്തുവിന് സ്വയം വെളിപാടുണ്ടാകുന്നു. അവിടുത്തെക്കുറിച്ച് അരുളി ചെയ്യപ്പെടുന്നത് ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ രാഹുലിൻ്റെ, മാത്തൻ്റെയും ശോഷനയുടെയും നിമിതയുടെയും മേൽ ഇതുപോലുള്ളൊരു അരുളപ്പാടുണ്ടാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയപുത്രി. അതിന് കർത്താവ് ആവശ്യമില്ലാത്തൊരു കാര്യം ചെയ്യാനായിട്ട് ഒരുമ്പെടുകയാണ്. ഒരു ചടങ്ങായിരിക്കാം, ഒരു പാരമ്പര്യമായിരിക്കാം, അല്ലെങ്കിൽ അന്നത്തെ സന്ദർഭത്തിൽ ഒരു മാമോദിസ സ്വീകരിക്കേണ്ട കാര്യമില്ലാത്ത അദ്ദേഹം അവിടുന്ന് അങ്ങനെ ചെയ്യാനായിട്ട് തയ്യാറാകുന്നു. ഇത് ചടങ്ങുകളുടെ കാര്യത്തിലല്ല, ജീവിത ബന്ധങ്ങളിൽ ഇതുപോലെ തെറ്റല്ലാത്ത കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാകുമ്പോൾ നമുക്ക് ഈ സ്വരം കേൾക്കാറാകും. ഇത് കുടുംബ ബന്ധങ്ങളെ ഇന്ന് നിലനിർത്തണമെങ്കിൽ ഈ ഒരു വലിയ കാര്യം നമുക്കുണ്ടാകണം. അതായത് തിന്മയല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും, ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാകും എന്നുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇവർക്ക് ശക്തി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കാനായിലെ വിവാഹ വിരുന്നിന് വന്ന കർത്താവിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം അവിടെ വന്ന് അവരുടെ ഉല്ലാസത്തിലും അവരുടെ വിഷമത്തിലും പങ്കെടുത്തു, അവരുടെ ഉല്ലാസത്തെ പൂർണ്ണമാക്കി. അത് അവിടുന്ന് വിളിക്കപ്പെട്ടതുകൊണ്ടാണ്. അതുപോലെ അവിടുത്തെ വീണ്ടും വീണ്ടും വിളിക്കുവാൻ, മടി കൂടാതെ വിളിക്കുവാൻ, ദിവ്യബലിയിലും കുടുംബ പ്രാർത്ഥനയിലും ഒരുമിച്ച് കൂടുമ്പോൾ ഓരോ സന്ദർഭത്തിലും അവിടുത്തെ വിളിക്കുവാൻ നിങ്ങൾക്കിടവരട്ടെ. നിങ്ങളുടെ കുടുംബജീവിതം വലിയൊരു സുവിശേഷ പ്രഘോഷണമായിട്ട് മാറട്ടെ. ഈ ദനഹ തിരുനാളിൽ നിങ്ങൾ ഇവിടെ വിവാഹിതരാകുമ്പോൾ, നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതം ഒരു വലിയ ദനഹയായിട്ട് മാറട്ടെ. കർത്താവിൻ്റെ വെളിപാടുകൾ അനുദിനം ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് പരസ്പരവും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ക്രൈസ്തവർക്കും മറ്റ് മതസ്ഥർക്കും മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും അനുഭവവേദ്യമാകത്തക്ക രീതിയിൽ നിങ്ങളുടെ ജീവിതം ക്രൈസ്തവവും സ്നേഹനിർഭരവും കരുണ നിറഞ്ഞതുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. കുടുംബ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റെല്ലാവരെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധ കർമ്മത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ തന്നെ ജീവിതങ്ങളെ, കുടുംബജീവിതങ്ങളെ നവീകരിക്കുകയും ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യാം. ദൈവദാസനായ പയ്യപ്പള്ളി അച്ഛൻ്റെ ഒരു പാരമ്പര്യത്തിലാണ് രാഹുലൊക്കെ നിൽക്കുന്നത്. ആ വലിയ പാരമ്പര്യം ഈ ഇടവകയിലും അദ്ദേഹം ഈ മഹത്തായ പാരമ്പര്യം ഉൾക്കുന്ന ഇടവകയിലും അദ്ദേഹം ഇരുന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും വലിയ അഭിമാനവും സന്തോഷവുമാണ്. ഇങ്ങനെയുള്ള അഭിമാനങ്ങളൊക്കെ പുറത്തു നിൽക്കുമ്പോൾ അദ്ദേഹത്തെ പോലെയൊക്കെ ക്രൈസ്തവ ജീവിതം നയിച്ച് അതിൻ്റെ പുണ്യത, അതിൻ്റെ പൂർണ്ണത മറ്റുള്ളവർക്കും വെളിപാടായിട്ട് വരട്ടെ എന്നും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും പ്രത്യേകിച്ച് ഈ നവദമ്പതികളെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹമെന്ന കുദാശയാൽ ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവവചനമാകുന്ന ആത്മീയ വിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിൻ്റെ അഭേദ്യതയെപ്പറ്റി പഠിപ്പിച്ച മിശിഹായെ, പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടെ സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തൻ്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ, നിന്റെ സഹായത്താൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാ നിരതരായി ജീവിക്കുവാൻ സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും മാലാഖയെ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു.
ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും നിന്റെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതരബന്ധമായ സ്നേഹത്തിൻ്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുന്നവയും ദൈവമായ നിന്നെ പ്രസാദിപ്പിക്കുന്നവയും ഞങ്ങൾ യാചിക്കുന്നു. നിന്റെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും ബാവായും പുത്രനും റുഹാദ് കുദശായിക്കും സമർപ്പിക്കാം. മാരൻവാലാഹൻ ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. നിന്റെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും നിന്റെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. നിന്റെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കന്മാരെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. ബാവായും പുത്രനും റുഹാദുശായുമായി സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധൂരന്മാർ വിവാഹമെന്ന കുദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, നിന്റെ ആയിരുന്ന പരിപാലനത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ നിന്റെ ഈ ദാസനെ ശക്തനാക്കണമേ. നിന്റെ കൃപാവരസ്വത്വമായി നിശ്ചരിയണേ. ബാവായും പുത്രനും റുഹാദുശായുമായി സർവേശ്വരായ എന്നേക്കും. ആനന്ദിക്കുക പ്രിയപുത്രി, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നെ ഇതാ തിരുമണവാളൻ മണവറയിങ്കലണച്ചല്ലോ. തൻ തിരുരക്തശരീരങ്ങൾ സ്ത്രീധനമായി നിനക്കേകി, നിന്നെ ലഭിക്കാൻ സ്വയമേവം ശ്രീവായിൽ താൻ ബലിയായി. ആത്മവിശുദ്ധി പകർന്നിടാൻ നിന്നിൽ തൻ കൃപ വർഷിക്കും. പ്രിയസുതരെ വളർത്താനായി നൽകുമവൻ ഹൃദയാനന്ദം. സന്തോഷിക്കാം സോദരരെ, നവദമ്പതിമാരൊപ്പം നാം ഉച്ചസ്വരത്തിൽ വാഴ്ത്തിയിടാം യശുനാഥന് സ്തുതിഗീതം. സ്നേഹം ചൊരിയും കർത്താവിൻ അപദാനങ്ങൾ വാഴ്ത്തിയിടാം. തുണയായി ഇണയെ നൽകുകയാൽ മാനവ സ്നേഹം സുരഭിലമായി. അവിടുന്ന് അരുളി തിരുവചനം ഏകാന്തത ഇതു നല്ലല്ല. ആദം ഹൗവ ദമ്പതികൾ മാനവ വംശപിതാക്കളുമായി. നിൻ കൃപയാലേ കർത്താവേ ജഡികാസക്തി വെടിഞ്ഞിടാം. നിർമ്മലമായൊരു സ്നേഹത്താൽ ജീവിത സഖിയെ വരിച്ചിടാം. അവിടുന്നേകിയ സഖിയെ ഞാൻ ഹൃദയതലത്തിൽ വരവേൽക്കാം. ജീവിതകാലം മുഴുവൻ ഞാൻ ഒരുമയൊടിങ്ങു വസിച്ചിടാം. വിവാഹ ഉടമ്പടി. മാത്തൻ മീശായുടെ നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് സ്വന്തമായ മനസ്സോടും പൂർണ്ണമായ സംഭവത്തോടുകൂടി ശോശന്യെ നിൻ്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? ശോശന്ന മീശായുടെ നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സംഭവത്തോടും കൂടി മാത്തനെ നിൻ്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ.
നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടി അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുവിൻ. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവൻ നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്താൽ ബന്ധിക്കുമാറാകട്ടെ. ബാവായുടെയും പുത്രൻ്റെയും കുശായുടെയും നാമത്തിൽ എന്നേക്കും. ശ്രീവാമന്മാരെ തിരുസഭയെ വധുവായി സ്വീകരിച്ച് കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താരിതയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായി താരി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിൻ്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ ബുദ്ധിതമായിരിക്കും സ്ത്രീവായി ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാണ് സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആസ്വദിക്കണമേ. ബാവായുടെയും പുത്രൻ്റെയും കുശായുടെയും നാമത്തിൽ എന്നേക്കും. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധസഭയെ മഹത്വത്തിന് വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന് വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. വരുവിൻ പരിശുദ്ധാത്മാവിൻ ആയുധമണിയാം സോദരരെ, ലോകാരൂപിയമെന്നിടുവാൻ നിത്യകിരീടം നേടിടുവാൻ അധ്വാനിക്കണമൊട്ടിട നാം. നിഴലിനു തുല്യമകന്നിടും ലോകം വെറുമൊരു പാഴ്സ്വപ്നം. നാഥനെ നിതരാം കൺമുൻപിൽ കണ്ടു നമുക്കു നടന്നിടാം. സ്വാതന്ത്ര്യത്തിൻ പ്രഭ വഴിയും സ്വർഗം ശാശ്വത ഭവനം താ. ശുഹാലാവാവുലവറാവല റൂഹാദ കുദിശ നാലം വാദം മാല ആലോ ആമേൻ വാമേ. കുരിശിൽ നിഭൃതമടങ്ങുന്നു കർത്താവേ നിൻ മഹിമയഴും ശക്തിവിലാസം സംപൂജ്യം. അതുവഴി ഞങ്ങൾ നുകരുന്നു നിത്യായുസ്സിൻ മാധുര്യം. നാഥാതാവക ശ്ലീവായിൽ ഞങ്ങൾ ലജ്ജിതരല്ലൊട്ടും. അഗ്രാഹം തവ ജ്ഞാനം നീ ഞങ്ങൾ കരുളി ശ്ലീവായാൽ ശത്രുകരത്തിൽ നിന്നു സദാ. ശ്ലീവാ ഞങ്ങളെ രക്ഷിപ്പൂ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും
പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് ഈ പരിശുദ്ധ എവങ്കേലിയൻ സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും റുഹാകുശിയുടെ വരങ്ങളാലും അവൻ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായ എപ്പോഴും നിങ്ങളെ ഭരണകർത്താവും സംരക്ഷകനുമായി എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവൻ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവൻ നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവൻ നിങ്ങളെ സഹായിക്കട്ടെ. അവന് സ്തുതിയും കൃതജ്ഞയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവൻ യോഗ്യനാക്കുകയും ചെയ്യട്ടെ. ആത്മജനും ദിവ്യ റൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയാകും കന്യാമറിയത്തെ സാദരമൂർത്തിയിടാം പാവനം ഈ ആദിയിലെപ്പോൾ എന്നേക്കും ആമേനാമേൻ. സുതനൂടെ പ്രേഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിതിൽ ഓർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാകും കർത്താവെന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. വിശ്വാസ പ്രഖ്യാപനം. സർവശക്തനും പിതാവുമായ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ
ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവൻ സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ബാവായോടുകൂടെ ഏകസത്യവുമാകുന്നു. അവൻ വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവൻ സ്വർഗത്തിൽ നിന്നിറങ്ങി റൂഹാദ കുരിശായ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്ലീവയിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവൻ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവൻ വീണ്ടും വരുവാനിരിക്കുന്നു. ബാവായിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക റൂഹാദ കുരിശായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നശല്ലേ ഇസ്ലാമാ ആമൻ. മാരൻ വാലാഹൻ ഈ ദമ്പതിമാരുടെ മേൽ നിന്റെ കാണ്ഡത്തിന്റെ വലം കൈ നീട്ടണമേ. നിന്റെ സംരക്ഷണത്തിന് തണലില്ലവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച് പരിപാലനം ഞങ്ങൾ നന്ദി പറയുന്നു. ബാവായും പുത്തനൂറായ കുശായമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ ബെസ്കന്യമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെയും നായകനായ മാർ യോസേഫിൻ്റെയും മാധ്യസ്ഥവും ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകലവിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആകാശത്തെ നക്ഷത്രങ്ങളെയും ഭൂമിയിലെ പുഷ്പങ്ങളാലും കിരീടം അണിയിച്ച പിതാവായ ദൈവമേ, തിരുസഭയാകുന്ന മണവാട്ടിയെ ഗാകുൽത്തായ ശ്ലീവായാകുന്ന മഹത്വത്തിൻ്റെ കിരീടത്താൽ അലങ്കരിച്ച പുത്രനായ ദൈവമേ, സിഹോനൂട്ടിശാലി തീനാവുകളുടെ രൂപത്തിൽ ആഗതനായ മാർത്തമറിയത്തെയും ശ്രീന്മാരെയും കിരീടമണിയിച്ച റൂഹാകുശായ ദൈവമേ, സ്വർഗീയ പ്രതീകമായി ഭൗമിക കിരീടങ്ങളെ ആസ്വദിക്കണമേ. നിന്റെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും രത്നങ്ങൾ ഈ കിരീടങ്ങൾ അലങ്കാരമായി തിരിക്കണേ. ഈ കിരീടങ്ങൾ അണിയുന്നവർ ദൈവോത്തരത്തിൻ്റെ ഉന്നത കിരീടത്തിൻ്റെ ശാശ്വതാവാസികളായി തീരുകയും ദൈവങ്ങൾക്ക് അനുയോജ്യമായ ജീവിതത്തിലൂടെ നിന്നെ മഹത്വപ്പെടുന്ന വാനിടയാകുകയും ചെയ്യട്ടെ. ബാവായും പുത്രനും കുശമായ സർവേശ്വര എന്നേക്കും. മാരൻ വാലാഹൻ റാകുശായ നീ വധുവായ സഭയ്ക്ക് മഹത്വപൂർണ്ണമായ മണവറ നിർമ്മിച്ച മിശിഹായെ, നിന്റെ ആരാധകനായി മണവാളിനെ പ്രഭയുടെ കിരീടം ധരിപ്പിക്കണമേ. ഇവൻ്റെ ശിരസ് അണിയിക്കപ്പെടുന്ന ഈ കിരീടം ഇവന് നന്മയ്ക്കും ശോഭയ്ക്കും സൽപ്പേരിനും കാരണമായി തീരട്ടെ. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവമേ, നീതിയുടെ സൽപ്രവൃത്തികൾ ആ ജീവിതകാലം മുഴുവൻ നിന്നെ പ്രസാദിപ്പിക്കുവാൻ ഇവനെ യോഗ്യനാക്കണമേ. നിന്റെ വചനങ്ങൾ ഇവൻ്റെ പാതയിൽ പ്രകാശവും വഴികാട്ടിയുമായി തീരട്ടെ. ഇവനെയും മണവാട്ടിയെയും പരസ്പര സ്നേഹത്തിൽ ഉറപ്പിക്കുകയും ഇവർക്കുണ്ടാകുന്ന സന്താനങ്ങളെ വിശുദ്ധിയിലും ജ്ഞാനത്തിനും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിലും വളർത്തണമേ. ഇന്നു മുതൽ എന്നേക്കുവൻ ബാവായിക്കും പുത്രനും കുശായിക്കും സ്തുതിയും സ്തോത്രവും അരറ്റുമാറാകട്ടെ. അതിൻ്റെയും നാഥ എന്നേക്കും. മാരൻ വാലാകൻ
സകല സഹായങ്ങളും സൗഭാഗ്യങ്ങളും കൊണ്ട് നിന്റെ മണവാട്ടിയായ തിരുസഭയെ മുടിയൂടിച്ച സ്വർഗീയ മണവാള, നിന്റെ അനുഗ്രഹങ്ങളാൽ ഈ മണവാട്ടിയെ മകുടമണിയിക്കണമേ. മണവാളിനെ എതിരേൽക്കുവാൻ വിളക്കുമേന്തി പുറപ്പെട്ട വിവേകമതികളായ കന്യകമാരെ പോലെ ഇവളെയുമാക്കുകയും നിന്റെ സുവിശേഷത്തിൻ്റെ സ്നേഹിതന്മാർക്കായി വാഗ്ദാനം ചെയ്യപ്പെട്ട മഹനീയ ഭാഗ്യങ്ങൾക്ക് യോഗ്യയാക്കുകയും ചെയ്യണമേ. കിരീടമണി നീ മണിവാട്ടിയെ ആന്തരികമായ കാലം വിശുദ്ധിയുടെ പരിമളത്താലും പൂരിതയാക്കണമേ. ഇവളുടെ മണവാളിനെയും ഇവർ പ്രവേശിക്കുന്ന ഭവനത്തെയും ഇവളുടെ ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും ആസ്വദിക്കണമേ. ഇന്നു മുതൽ എന്നേക്കും ഇവൾ ബാവായിക്കും പുത്രനും കുശായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാവട്ടെ. സകലത്തിൻ്റെ നാഥ എന്നേക്കും. ആദ്യമായി ഈ പരിശുദ്ധമായ ഇന്നത്തെ കർമ്മം വഴി പാവനമായ വിവാഹ ജീവിതത്തെ പ്രവേശിച്ചിരിക്കുന്ന മാത്തനും ശോസനയ്ക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ, എൻ്റെ വ്യക്തിപരമായ നാമത്തിലും എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുകയാണ്. എന്നെ രാഹുൽ ഇവിടെ വന്ന് സ്നേഹപൂർവ്വം ക്ഷണിച്ചതിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആണ് ഇവർ പങ്കുചേരുന്നത്. ദൈവം മനുഷ്യവർഗത്തോട് കാണിച്ച ആ സ്നേഹത്തിൽ, പിതാവായ ദൈവം സൃഷ്ടികർമ്മത്തിൽ മനുഷ്യവർഗത്തോട് കാണിച്ച സ്നേഹത്തിൽ, പുത്രനായ ദൈവം രക്ഷണീകർമ്മത്തിൽ മനുഷ്യവർഗത്തോട് കാണിച്ച ആ സ്നേഹത്തിൽ, പരിശുദ്ധാത്മാവായ ദൈവം വിശുദ്ധീകരണ കർമ്മത്തിൽ മനുഷ്യവർഗത്തോട് കാണിച്ച ആ സ്നേഹത്തിലാണ് അവർ പങ്കുചേരുന്നത്. മറ്റുള്ളവർക്കെല്ലാം ഇതൊരു ഉടമ്പടിയാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഇത് ക്രിസ്ത്യാനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കുദാശയാണ്. ആ കുദാശയാണ് നിങ്ങൾ ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ അരൂപിയിൽ ദൈവസ്നേഹത്തിൽ, ഞാൻ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് നിങ്ങൾ പങ്കുചേരുന്നത്. ആ ദൈവസ്നേഹത്തിൽ പങ്കുചേർന്നുകൊണ്ട് പരിശുദ്ധമായൊരു ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ഈ തുടർന്നുള്ള ജീവിതം എല്ലാ തരത്തിലും ആധ്യാത്മികവും ശാരീരികവും ഭൗതികമായ രീതിയിൽ എല്ലാ തരത്തിലും ശ്രേഷ്ഠമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ ധനഹായുടെ ദിവസം പരിശുദ്ധ സഭയിൽ ആകെപ്പാടെ 2 പെരുന്നാളുകളാണ് ആദ്യം ഉണ്ടായിരുന്നത്, ഈസ്റ്ററും നെനഹായും. മിശിഹ തൻ്റെ ദൈവത്വം പ്രകാശമാനമാക്കിയ അതാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം മൂലം നിങ്ങളിലുള്ള ദൈവത്വം പ്രകാശമാനമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പൂജിതമാകണമേ. നിന്റെ രാജ്യം വരണമേ. നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ സ്തുതിയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിന്റേതാകുന്നു. ആമേൻ.
ബവായ്ക്കും പുത്രനും റുഹാകുശായ്ക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ സ്തുതിയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും നീ പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളിയാക്കുകയും ചെയ്ത് കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെടാനാകട്ടെ. വിവാഹമെന്ന ഉദാശ നിർമ്മലമായ സ്നേഹത്തിൽ നിസ്വാർത്ഥമായ സമർപ്പണത്തിലും അവൻ നിങ്ങളെ കാത്ത് പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും റുഹാകുശിയുടെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവൻ സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യം നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവൻ്റെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തീർക്കുമ്പത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ബറുമാ